സോ എല്ലാവർക്കും ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഈ ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്താ എല്ലാവർക്കും അറിയാലോ. അജണ്ട എന്താണ്? ഡിഗ്രി പ്രിലിംസ് എക്സാം വരാൻ പോവുകയാണ്. മെയ് ജൂലൈ മാസങ്ങളിൽ അത് നടക്കും. ആ എക്സാം ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് പഠിച്ച് പാസ്സാകേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു സോറി പറയുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സിലബസിന്റെ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ബുക്ക് ലിസ്റ്റിനെ പറ്റിയുള്ള ചർച്ചയോ ആണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ആ ടോപ്പിക്കിൽ ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജയിക്കാൻ മാത്രമുള്ള സ്ട്രാറ്റജിയാണ്. ജയിക്കാൻ മാത്രമുള്ള ഒരു സ്ട്രാറ്റജി. ഡിഗ്രി പ്രിലിംസ് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയ ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ് ഡിഗ്രി പ്രിലിംസ്. കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, സ്റ്റഡി പ്ലാൻ, ഹോട്ട് ടോപ്പിക്കുകളെ പറ്റിയുള്ള അവബോധം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പാസ്സാവാൻ പറ്റും. കാരണം ഡിഗ്രി പ്രിലിംസ് നിങ്ങൾ ഭയങ്കരമായ മാർക്ക് വാങ്ങിച്ചാലും അത് നിങ്ങളുടെ റാങ്കിനെ ബാധിക്കില്ല. റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മാർക്ക് ആഡ് ചെയ്യില്ല. അപ്പൊ ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റ് നമ്മൾ നടത്തുന്നത് മെയിൻസിലാണ്. ഡിഗ്രി ലെവൽ എക്സാംസിൽ, പ്രിലിംസിൽ നിങ്ങൾ ചെയ്യേണ്ടത് സേഫ് ആയി ജയിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഈ ക്ലാസ്സിൽ അതിന്റെ ഒരു ഫിലോസഫി, ടാക്ടിക്സ്, ടെക്നിക്സ്, സ്റ്റഡി പ്ലാൻ, ഹോട്ട് ടോപ്പിക്സ് അതൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക. അതല്ലാതെ സിലബസ് ഓരോന്ന് വരച്ചു പറക്കി ബുക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് തന്നുവിടാനല്ല ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു അസംഷനിൽ നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എഗെയിൻ യൂട്യൂബിൽ ഈ ക്ലാസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ക്ലാസ് നോട്ട്സും സ്റ്റഡി പ്ലാനും ഹോട്ട് ടോപ്പിക്സും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനലിന്റെ മെമ്പേഴ്സ് ആവുക. കമന്റ് സെക്ഷനിൽ ഈ ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി അവിടുത്തെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും മറ്റ് കണ്ടന്റുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഡിഗ്രി ലെവൽ എക്സാംസിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. നമ്മൾ ഈ എക്സാംസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഫിലോസഫിക്കലായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന് പറയും. കാര്യം എക്സാംസിന് ഇടയ്ക്ക് ആൾക്കാർ ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി മൊത്തത്തിൽ പ്രശ്നമാണ്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എക്സാമിനെ ഭയങ്കര മെക്കാനിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കുറച്ച് ഫിലോസഫി നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. കാര്യം നിങ്ങൾ ഈ പഠിക്കുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ്, ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. ഒരു എക്സാം എന്ന് പറയുമ്പോൾ ചെന്നിരിക്കുക, പേപ്പർ എടുക്കുക, പരീക്ഷ എഴുതുക, വരിക, അതേയുള്ള എക്സാം എന്ന് പറയുന്നത്. പക്ഷെ ഓരോ PSC പരീക്ഷകളും ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ കാണുന്ന ഒരു ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ലൈഫിലേക്ക്, ജീവിതം പെട്ടെന്ന് മാറുന്ന ആ ഒരു മൊമെന്റിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ഓരോ PSC എക്സാം. അത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് PSC പരീക്ഷകൾ ഡിഫിക്കൽട്ട് അല്ല, പാടുള്ള പരിപാടി അല്ല. നിങ്ങളാണ് ഡിഫിക്കൽട്ട്. നിങ്ങൾ ഓരോരുത്തരുമാണ് പാടുള്ള പരിപാടി. കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ PSC പരീക്ഷ എളുപ്പമാണ്. സോ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്, അല്ലാതെ PSC എക്സാംസിനെ അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ PSC എക്സാംസിന് അത് സിലബസ് എടുത്ത് വയ്ക്കാം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എക്സ്ട്രീംലി ടെക്നിക്കലായ ഏതെങ്കിലും ടോപ്പിക് പഠിക്കാനുണ്ടോ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഗ്രാജുവേറ്റ്സ് ആണ് അല്ലെ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം. സയൻസ് ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ബയോടെക്കിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചു കാണും, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി പഠിച്ചു കാണും. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിൽ മെഷീൻസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പഠിച്ചു കാണും. BA അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, നിങ്ങൾ ക്ലാസിക്കൽ തിയറീസിനെ പറ്റി പഠിച്ചു കാണും, ക്രിട്ടിക്കൽ തിയറിയെ പറ്റി പഠിച്ചു കാണും. അത്രയും കോംപ്ലിക്കേഷൻ ഉള്ള, അല്ലെങ്കിൽ അതിന് 100-ലൊന്ന് കോംപ്ലിക്കേഷൻ ഉള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ഡിഗ്രി ലെവൽ PSC എക്സാംസിനകത്തുണ്ടോ? ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ PSC എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റലിജൻസിന്റെ ടെസ്റ്റിനേക്കാൾ ഉപരി നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ടെസ്റ്റാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ടെസ്റ്റാണ്. പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഇന്റർവ്യൂ ആയിക്കോട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണെങ്കിലും തീരെ ബുദ്ധി ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും അതെല്ലാം മാറ്റുക. ആ ഇൻസെക്യൂരിറ്റിയുടെ, ഓവർ കോൺഫിഡൻസിന്റെ യാതൊരു ആവശ്യമില്ല. കൃത്യമായ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആവറേജ് വിദ്യാർത്ഥിയാണെങ്കിലും, എബോ ആവറേജ് ആണെങ്കിലും, ബിലോ ആവറേജ് ആണെങ്കിലും നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും. നമ്മൾ ധാരാളം വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ വെച്ച് പറയുന്നത് സിലബസ് കട്ടിയല്ല, എക്സാം ഡിഫിക്കൽട്ട് അല്ല, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഡിഫിക്കൽട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാന്നുള്ളൊരു അസംഷനിൽ പോവാം. ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഇപ്പം ബ്രെയിൻ റോട്ടിന്റെ സമയമല്ലേ? എന്റെ ഓഡിയോ ഇഷ്യൂ ഉണ്ടോ? എന്റെ ഓഡിയോ ആർക്കെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്റെ ഓഡിയോ ഇഷ്യൂ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ ക്ലാസ് കണ്ടു ചെയ്യാം. ബ്രെയിൻ റോട്ടിന്റെ ഒരു സമയമാണ്.
റീൽസ് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് പോവും. ഡൂം സ്ക്രോളിംഗ് എന്ന് പറയാം, ഡൂം സ്റ്റേ സ്ക്രോളിംഗ് എന്ന് പറയാം. അങ്ങ് പോവും, മണിക്കൂറുകളോളം പോവും. നമുക്കതിന് പുറത്തു വരാൻ പറ്റുന്നില്ല, അറ്റൻഷൻ സ്പാൻ കുറയുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചിട്ടയോട് കൂടി പഠിക്കാൻ പറ്റാത്തത്. അപ്പൊ അതിന് ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ എത്ര സാഹചര്യത്തിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, അപ്പൊ റീൽസ് വരുന്നു, റീൽസിലേക്ക് വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ മനസ്സിലങ്ങ് സ്മരിക്കുക. നിങ്ങളുടെ പേരൻസ് ഇപ്പൊ പലരിടത്തും പറയുന്നുണ്ട്, എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് PSC പഠിക്കുക, ഡിഗ്രി ലെവൽ എക്സാംസാ അവൻ അല്ലെങ്കിൽ അവൾ ടാർഗറ്റ് ചെയ്തത്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത്, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ അറിയാലോ. നമ്മുടെ ജനറേഷൻ കുറെ കൂടെ ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ പഴയ ജനറേഷൻ, നമ്മുടെ പേരൻസ് അടങ്ങുന്ന ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ ആൻസറബിൾ ആണ്. വീട്ടുകാരുടെ അടുത്തും നാട്ടുകാരുടെ അടുത്തും ബന്ധുവിന്റെ അകലത്തിലുള്ള ബന്ധുവിന്റെ വീടിന് അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് വരെ ആൻസറബിൾ ആണ്. അപ്പോ നിങ്ങളെ വിശ്വസിച്ചാണ് അവർ തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് ഡിഗ്രി ലെവലിൽ തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളുടെ മുകളിൽ അവർ റിസ്ക് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് ഭാവിയിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ബന്ധുക്കളെടുത്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളെടുത്ത് എന്ത് ഉത്തരം പറയാം, അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എക്സാം വേണ്ടി പഠിക്കാതിരിക്കുമ്പോഴോ അവരുടെ മനസ്സ് മാത്രം മൈൻഡിലേക്ക് കൊണ്ടുവരിക. കൺസിസ്റ്റൻസി ഒക്കെ താനെ വന്നോളും. ഓക്കെ. അപ്പൊ അടുത്ത റീൽ സ്ക്രോൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസിലേക്ക് പോകും. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്റെ കൂടെ നിങ്ങൾ ഒന്നിരിക്കണം. നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ, നിങ്ങളുടെ 100% അറ്റൻഷൻ ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് സെഗ്മെന്റ്സിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രിലിംസ് അല്ല, മെയിൻസ് അല്ല, നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ എഗൈൻ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട്, ഇനിയുള്ള സമയം കൊണ്ട് സിലബസ് 100% പഠിച്ചു തീർത്ത് 100% പെർഫെക്റ്റ് ആയിട്ട് റിവിഷൻ നടത്താൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൂടെ പറ്റത്തില്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സ് എന്താ, ഇംപെർഫെക്റ്റ്. നമുക്ക് ഇംപെർഫെക്റ്റ് ആണ്. നമുക്ക് കാര്യം നടന്നാൽ മതി, പ്രിലിംസ് പാസ്സായാൽ മതി. പ്രിലിംസ് പാസ്സാവാൻ നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് 100% പഠിക്കുക എന്നുള്ളതല്ല. സിലബസ് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, അത് പഠിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ക്ലാസ്സസിൽ, ഞങ്ങളുടെ ബാച്ചസിൽ സിലബസിന്റെ മുക്കും മൂലയും 100% ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങൾ വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അത്രയും കണ്ടന്റ് പഠിച്ചില്ലെങ്കിൽ പോലും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള സത്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമുക്ക് ആ ഒരു ടാക്ടിക്സിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് വേണ്ട എന്നല്ല അതിനർത്ഥം. ഹാർഡ് വർക്ക് വേണം, പക്ഷെ കുറച്ച് സ്മാർട്ടായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യണം. ഇവിടെ എലിമിനേഷൻ ടെക്നിക്സിന്റെ ആവശ്യകത വരാം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരും. എല്ലാ ചോദ്യങ്ങളും സിലബസ് 100% പഠിച്ചിട്ട് വരാൻ നോക്കത്തില്ല. പക്ഷെ അറിയാത്ത ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് അതിനെ ക്രാക്ക് ചെയ്ത 1 മാർക്ക് വാങ്ങിക്കാൻ പറ്റണം. ഈ ഒരു ചോദ്യം, ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളൊരു കട്ട് ചോദ്യം. നമുക്ക് ഇത് വെച്ച് തന്നെ പരീക്ഷ നോക്കാം. നമുക്ക് എളുപ്പപ്പണി ഒന്നും വേണ്ട. ഏറ്റവും എന്താ പറയാ, തീയിൽ കുരുത്തൽ വേലത്ത് വാതിൽ എന്ന് പറയുന്ന പോലെ നമുക്ക് അഡ്വാൻസ് ലെവലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാം. ഈ ഒരു ചോദ്യം നോക്കിയേ, എന്താ പറയുന്നത്, ഒരു വ്യക്തി ഒരു കോടതിയുടെ മുമ്പിൽ, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു പോലീസ് ഓഫീസറിനെ പറ്റി ഒരു തെറ്റായ വിവരം കൊടുക്കും. അല്ല, മിസ്റ്റർ എക്സ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്നലെ ജോലി ചെയ്യുന്നതിൽ നിന്നും നിയമവിരുദ്ധമായി ഒഴിവാക്കുന്ന തെറ്റായ വിവരങ്ങൾ മജിസ്ട്രേറ്റ് നൽകുന്നു. ഇത് വിശ്വസിച്ച് മജിസ്ട്രേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നു. അപ്പൊ ഈ എക്സ് ചെയ്ത തെറ്റെന്താ? ഇതാണ് ചോദ്യം. എക്സ് തെറ്റായ വിവരം കോടതിയിൽ കൊടുത്തു, ആ വിവരത്തിന്റെ പുറത്ത് കോടതി പോലീസിനെ ശിക്ഷിച്ചു. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത തെറ്റ് എന്താണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ചോദ്യം വായിക്കുമ്പോൾ അയ്യോ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യും. എനിക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്സ് പ്രിലിംസിനകത്ത് ഇല്ല, സത്യമാണ്. പക്ഷെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ടോപ്പിക് പഠിച്ചില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, എക്സ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണല്ലോ ചോദ്യം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 182, അയ്യോ 182 ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി മൈൻഡ് ബ്ലാങ്ക് ആക്കരുത്. സ്റ്റേറ്റ്മെന്റ് മൊത്തം വായിക്കണം. പ്രകാരം പൊതുപ്രവർത്തകൻ തെറ്റായ വിവരങ്ങൾ നൽകുന്നു, അല്ലെ. ബി എന്താ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 192 പ്രകാരം തെറ്റായ തെളിവുകൾ ഉണ്ടാകുന്നു. ഇതിലെന്താ പറയുന്നത്, ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും പൊതുപ്രവർത്തകനെ തടസ്സപ്പെടുത്തുന്നു, അതായത് പോലീസ് തടസ്സപ്പെടുത്തുന്നു. ഇത് പ്രകാരം പൊതുപ്രവർത്തകൻ പരിക്കേൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ എന്താ നടന്നിട്ടുള്ളത്? തെറ്റായ തെളിവുകൾ ഉണ്ടാക്കുകയാണോ തെറ്റായ വിവരം കൊടുക്കുകയാണോ ചെയ്തത്? ഇത് രണ്ടും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒബ്സ്ട്രക്ഷൻ ഓഫ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഭീഷണിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അല്ലെ. ഇവിടെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്, അതോ തെറ്റായ വിവരം നൽകുകയാണോ ചെയ്തത്?
സംശയം വേണ്ട, നിങ്ങൾ ചോദ്യം തന്നെ വായിച്ചു നോക്കൂ. തെറ്റായ വിവരങ്ങൾ മജിസ്ട്രേറ്റ് നൽകുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ അല്ലേ? ഇതൊരുമാതിരി ചക്കയെ പറ്റി തന്നിട്ട് ഓപ്ഷൻസിനകത്ത് ചക്കയുടെ ഫോട്ടോ ചക്ക എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്ന പോലെ. അത്ര ഈസി ക്വസ്റ്റൻ ഏത്? തെറ്റായ വിവരങ്ങൾ നൽകുന്നു. ഓപ്ഷൻ ഏതാ? തെറ്റായ വിവരങ്ങൾ നൽകുന്നു. ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചോദ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്, അറിയാത്ത ചോദ്യങ്ങൾ വരും. നമുക്ക് സിലബസ് 100% പഠിച്ചിട്ട് വരുന്ന ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. അത് ഞാൻ പറയുന്നുള്ളൂ. മാക്സിമം പെർഫെക്റ്റ്. അത് എങ്ങനെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പ്രത്യേകിച്ച് തുടക്കത്തിൽ ഞാൻ കൊണ്ടുവന്ന റീസൺ പഠിക്കണ്ട എന്ന് പറയാനല്ല, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചേ വരത്തുള്ളൂ. പക്ഷേ ഇപ്പൊ നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ മറ്റുള്ളവരെ പോലെ ഡെയിലി 8-10 മണിക്കൂർ കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റും. അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടത് കൊണ്ടുവന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ചോദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ചോദ്യം, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് വേണം അല്ലെ? തന്ത്രപരമായിട്ടുള്ള ഒരു മുൻകൈ നമുക്ക് വേണം, എന്നാലേ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. കുറെ ആയുധങ്ങളുണ്ട്, കുറെ പട്ടാളക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ആരും യുദ്ധത്തിൽ ജയിച്ചിട്ടില്ല. ടാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിൽ കൂടെ മാത്രമേ യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളൂ ലോകത്ത്. ഇവിടെയാണ് ഞാൻ പറയുന്ന മറ്റൊരു ടെക്നിക് നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത്. നമ്മളൊരു ചോദ്യം കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദ്യം വായിച്ച് നോക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് വായിച്ചു നോക്കണം? ഓപ്ഷൻസ് വായിച്ചു നോക്കണം. ഓപ്ഷൻസ് അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു 1/2 സെക്കൻഡ് 1 സെക്കൻഡേ വേണ്ടി വരുള്ളൂ. അതുവരെ നിങ്ങൾ കുറച്ച് ടൈം എടുക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് 1 സെക്കൻഡിൽ ഓപ്ഷൻസ് ഗ്ലാൻസ് ചെയ്യാം. ഈ എല്ലാ ഓപ്ഷനിലും എന്തുണ്ട്? സ്റ്റേറ്റ്മെന്റ് 3 ഉണ്ട് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 3 ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 3 ശരിയാണ്. വൈ? എല്ലാ സ്റ്റേറ്റ്മെന്റ് 3 ഉണ്ട്. അപ്പൊ ചോദ്യമാണ് നിങ്ങൾ ആദ്യമേ വായിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? ചോദ്യം എന്താണ്? പെരിയാറിന്റെ ട്രിബ്യൂട്ടറീസ് എന്തൊക്കെയാണ്? പറമ്പിക്കുളം ഉണ്ടോ ഇല്ലയോ? ആലോചിച്ച് സമയം കളയും. കുതിരപ്പുഴ ഉണ്ടോ ഇല്ലയോ? സമയം കളയും. ഇടമലയാർ ഉണ്ടോ ഇല്ലയോ? ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഇടമലയാർ ഉണ്ടെന്നുള്ളത് ഓപ്ഷൻസിനകത്ത് ഇംപ്ലൈഡ് ആണ്. അപ്പൊ നിങ്ങൾ എത്ര സമയം ലാഭിച്ചു? എഗെയിൻ, ഈ ചോദ്യം നമുക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കറക്കി കുത്തിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലോജിക്കോ മാത്രം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുമോ? ഇതിന് ഓപ്ഷൻ ആൻസർ ബി ആണ്. 2, 3, 4 പറമ്പിക്കുളമില്ല. ഇത് ഈ 3 മാത്രമേ ഉള്ളത് അല്ലെ? ഇത് പഠിച്ച് ആൻസർ ചെയ്യേണ്ട ചോദ്യമാണ്. മനസ്സിലായല്ലോ? പക്ഷെ ഹോട്ട് ടോപ്പിക്കിനകത്തുള്ളതാണ് ഈ സാധനം. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഏരിയ ആണ് റിവേഴ്സ് ഇൻ കേരള. നിങ്ങളൊരു 3 മണിക്കൂർ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസിന് 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, നിങ്ങളൊരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിനും, ഓരോ മിനിറ്റിനും, ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് ഗുണം കിട്ടണം. അപ്പൊ അതിന് അങ്ങനെ ഗുണം കിട്ടുന്നെങ്കിൽ മാത്രമേ ഈ ക്ലാസ്സിൽ പോലും ഇരുന്നിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. അപ്പോ ടോപ്പിക്സ് പഠിക്കുമ്പോൾ ചറപറാന്ന് വലിച്ചുവരി പഠിക്കാതെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അത് ചെയ്യാം. അവിടെ ഇതിനെ ടാക്ടിക്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇനി മുതൽ നിങ്ങളൊരു ചോദ്യം കൈ കിട്ടുമ്പോൾ ഓപ്ഷൻ ആയിരിക്കുമോ നോക്കുക, അതോ യഥാർത്ഥ ചോദ്യം ആയിരിക്കും നോക്കുക? നിങ്ങളുടെ ഇനി മുതലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? യെസ്, ഓപ്ഷൻസ് നോക്കും. ഓപ്ഷൻസ്, വെരി ഗുഡ്. ഇത് തുടക്കത്തിൽ മെനക്കെട്ട പണിയാണ്, നല്ല ബോറിംഗ് ആണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു പരമ്പരാഗതമായിട്ടുള്ള ടാക്ടിക്സ് അല്ല നമ്മൾ ഇതിനകത്ത് പറയുന്നത്. പുതിയ PSC പാറ്റേണിൽ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള ടെക്നിക്സ് ആണ് ഇതിനകത്ത് തരുന്നത്. പ്രാക്ടീസ് ചെയ്യുക. തുടക്കത്തിൽ നല്ല ബോറായിരിക്കും, പക്ഷെ ഒരു 10-100 ചോദ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മാർക്ക് കൂടുന്ന ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റും. ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഒരു ചോദ്യം നോക്കിയേ. ഡിഗ്രി ലെവൽ വന്നിട്ട് ഒരു കട്ടി ചോദ്യമാണ്. ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് എന്താ? വേർഡ് സെക്യുലാരിസം വാസ് ഇൻസേർട്ടഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. സാധാരണഗതി നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നിങ്ങൾക്ക് അറിയാം. കാര്യം ഇത് പഠിച്ചിട്ടില്ലാത്ത ആൾക്ക് ടെൻഷൻ അടിക്കേണ്ട. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള PSC ചോദ്യം, അത് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. 44th അല്ല, 42nd 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് മതനിരപേക്ഷത, സെക്യുലാരിസം എന്നൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലെ? യെസ്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. നിങ്ങൾ പോകുന്നത് ഓപ്ഷനിലേക്കാണ്. ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് 1 ഉള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റായിരിക്കത്തില്ലേ? അപ്പോ A പോയി, B പോയി, C പോയി. അപ്പൊ ഇതിന് ഉത്തരം എന്താ? D ആണ്.
ഇവിടെ നിങ്ങൾ ഈ 3 വലിയ ഘടാൽഘടിയൻ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയത് പോലും ഇല്ല. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? അതാണ് ടാക്ടിക്കൽ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഒരു പട്ടാളക്കാരന്റെ മെന്റാലിറ്റിയിലാണ് പോകുന്നത്. കൂടുതൽ ആയുധം കൊണ്ട് പോയതുകൊണ്ടോ കൂടുതൽ പട്ടാളക്കാരെ കൊണ്ടുപോയതുകൊണ്ടോ നിങ്ങൾ ഒരു യുദ്ധം ചെയ്യത്തില്ല. ടാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉത്തരം ഡിയിലേക്ക് എത്താൻ വേറെ 1 സെക്കൻഡ് മതിയായിരുന്നു. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? യെസ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾ എയും ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. കാര്യം എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലും എ സ്റ്റേറ്റ്മെന്റ് വന്നു അല്ലെ. പിന്നെ ഡി മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് 1 ഇല്ലാത്ത ഓപ്ഷൻ. അങ്ങനെ ഡി ആണ് ഇതിന്റെ ശരി ഉത്തരം എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ ഒരു ചോദ്യം? ഡൗട്ട് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിയെന്നുള്ളത്? യെസ് യെസ്, സംഭവം സിമ്പിൾ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെന്ന് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെങ്കിൽ എയും ബിയും സിയും തെറ്റായിരിക്കും അല്ലെ. പിന്നെ ഡി മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. യെസ്. അപ്പൊ അതാണ് അതിന്റെ ഒരു അപ്രോച്ച്. റൈറ്റ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഓപ്ഷൻ ആണ് ആദ്യമേ നോക്കുന്നതെങ്കിൽ ഉള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും കോമൺ ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും കോമൺ ആണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ, എന്റെ കൂടെ നിൽക്കണേ. A bill that contains provisions for appropriation of money out of consolidated fund of India is classified as money bill. വായിച്ച് കിളിയൊക്കെ പോയില്ലേ, ശിവനെ ഇത് ഏത് നാട് എന്നൊക്കെയുള്ള ലെവലിലേക്ക് നിങ്ങൾ ചിന്തിച്ചിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് അത്ര പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇത് വായിച്ചിട്ട് വല്ല മനസ്സിലായോ? അപ്പൊ പി എസ് സി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പി എസ് സി പഠിച്ച് തുടങ്ങുന്ന പിള്ളേരെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് എന്തെങ്കിലും മനസ്സിലാവും. കിളിയൊക്കെ പോയി നമ്മൾ ചൊവ്വാഗ്രഹത്തിൽ ചെന്നിരിക്കും. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് അറിവിന്റെ ആവശ്യമുണ്ടോ, അതോ വിവേകമാണോ വേണ്ടത്? എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് 4 ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. ഇതിനെപ്പറ്റി അറിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാതെ ശരിയായേ പറ്റത്തുള്ളൂ. ഇനിയാണ് ഇതിന്റെ രഹസ്യം വരുന്നത്. പി എസ് സിക്ക് നമ്മൾ പി എസ് സിക്ക് മനസാക്ഷിയില്ല, കട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കട്ട് ഓഫ് കൂട്ടുന്നു, അതാണ് ഇതാണ് ചപ്പാണ് ചവരണം. അങ്ങനല്ല. പി എസ് സി കൃത്യമായ സൂചനകൾ തന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു കട്ടി ചോദ്യങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കടുകട്ടി ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊരു സൂചനയാണ്. പി എസ് സി വ്യക്തമായ സൂചന തന്നിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നത് മണി ബിൽ. മണി ബില്ലിന് മണി ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, ഫിനാൻസ് ബിൽ ഉണ്ട് അല്ലെ. മണി ബില്ലിൽ ഫിനാൻസ് ബിൽ ഉണ്ട്, മണി ബില്ലുണ്ട്, ഡിഫറൻസ്. നമ്മളുടെ ആ ഒരു ടോപ്പിക്ക് പഠിക്കണം. പഠിക്കാൻ ലക്ഷ്മികാന്ത് യൂസ് ചെയ്താണ് പൊളിറ്റിയുടെ. അപ്പൊ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതി. ഡിഗ്രി ലെവൽ പി എസ് സി എക്സാംസ് ഈസി ആണ്, പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനിയാണ് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അറിയുന്നത് മാസ്റ്റർ ചെയ്യുന്നത് രണ്ടാണ്. ഇപ്പോ ഒരാൾക്ക് ഒരു ബുക്ക് വായിച്ച് സ്വിമ്മിങ്ങിന്റെ ടെക്നിക്സിനെ ഒക്കെ പറ്റി കാണാൻ പഠിക്കാൻ പറ്റും. പക്ഷെ അയാൾക്ക് പോയി നീന്താൻ പറ്റുമോ? ഇല്ല. അതാണ് നോയിങ് ആൻഡ് മാസ്റ്ററിങ് ആണ് എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എങ്ങനെയാണ് പി എസ് സി ചോദ്യം ചോദിക്കുന്നത്. ഈസിയാ. പക്ഷെ ഇതിന് മാസ്റ്റർ ചെയ്യുക, ഈ സാധനം പോയി പഠിക്കുക, അതാണ് ടാസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ കിട്ടിയെന്നത് നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട. യഥാർത്ഥ ചലഞ്ച് എന്ന് വെച്ചാൽ ഇത് പോയി മാസ്റ്റർ ചെയ്ത് ബുക്ക് വായിച്ച് പഠിക്കാന്നുള്ളതാണ് അല്ലെ. ഇനി മറ്റൊരു ഡയമെൻഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ തുടക്കത്തിലൊക്കെ ഏറ്റവും അധികം വിമർശനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഈ ഒരു പോയിന്റ് പറയുന്നതിനായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ വിമർശിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ ഇതേ പോയിന്റ് തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷയിലെ ചോദ്യങ്ങൾ കേരള പി എസ് വരും അല്ലെ. സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷയിലെ ചോദ്യങ്ങൾ കേരള പി എസ് റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഇപ്പം ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ആ ചോദ്യങ്ങൾ അതുപോലെ കോപ്പി അടിച്ചിടാതെ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ സ്രോതസ് അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളുടെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് സി തന്നെയാണ്. ഈ ഒരു ചോദ്യം നോക്കിയേ. അടുത്ത കാലത്ത് പി എസ് സിയിൽ ചോദിച്ച ഈ ഒരു ചോദ്യം സിവിൽ സർവീസ് പരീക്ഷയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇത് പി എസ് സി ചോദ്യമാണ്, ഇത് സിവിൽ സർവീസ് ചോദ്യമാണ്. മറ്റേ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് ഇത് അച്ചു ഇത് അപ്പു എന്ന് പറയുന്ന പോലെ ഒരു മറുകിന്റെ വ്യത്യാസം പോലും ഈ ഒരു കാര്യത്തിനകത്തില്ല. ഒരു ചോദ്യമല്ല, ഇതൊരു എത്ര ചോദ്യങ്ങളാണ്. ഇത് വളരെ ചലഞ്ചിങ് ആയ ഒരു പി എസ് സി ചോദ്യമായിരുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെ, സെൽഫ് ഹെൽപ്പ് കുടുംബശ്രീ പോലെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ പറ്റി ചോദിച്ച വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം. ഈ സ്റ്റേറ്റ് നിങ്ങളൊന്ന് നോക്കിയേ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്.
അതേ സ്റ്റേറ്റ്മെന്റ് അല്ലേ സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ്മെന്റും ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഒന്ന് തന്നെയാണ്, കുത്തും കോമയിലും എന്തോ വ്യത്യാസം പോലും ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഒന്ന് തന്നെയാണ്, ഒരച്ചിൽ വാർത്ത സ്റ്റേറ്റ്മെന്റ്സ് ആണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുന്നത്, ഡിഗ്രി ലെവൽ എക്സാംസ് പഠിക്കാനായിട്ട് നമുക്ക് ചങ്കൂറ്റമാണ് വേണ്ടത്, അല്ലാതെ അത് ഭീകരമായിട്ടുള്ള ബുദ്ധിശക്തി ഒന്നുമല്ല. അപ്പം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഒരു മനധൈര്യത്തോടു കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിയാണ്. നിങ്ങൾ ഗ്രാജുവേറ്റ്സ് ആണ് എല്ലാവരും അല്ലെ, ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ എടുത്ത ആൾക്കാരാ. നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുള്ള അത്രയും കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലിരിക്കണം. യെസ്, അപ്പൊ അതാണ് UPSC ചോദ്യങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ഹോട്ട് ടോപ്പിക്സിനെ പറ്റി പഠിക്കണം, അതിനുശേഷം സ്റ്റഡി പ്ലാനിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഹോട്ട് ടോപ്പിക്സ് എഗെയിൻ നമ്മുടെ ഇപ്പോൾ റൺ ചെയ്യുന്ന പ്രിലിംസ് ക്രാഷ് ബാച്ചിനകത്ത് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ അരച്ച് കലക്കി പഠിക്കും. അതല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ടോപ്പിക്സിന്റെ PDF ഞങ്ങൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾ അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ആ ടോപ്പിക്സ് ബുക്ക് ലിസ്റ്റ് സഹിതം നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഹോട്ട് ടോപ്പിക്സിനെ പറ്റിയുള്ള ഡിസ്കഷൻ. ഹിസ്റ്ററി, ഓക്കെ. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ മിഡീവൽ ഇന്ത്യ ഉണ്ട്, മോഡേൺ ഇന്ത്യ ഉണ്ട് അല്ലെ. പിന്നെ ലോക ചരിത്രം, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഇത്രയും സബ്ജക്റ്റുകൾ മൊത്തത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു വർഷം വേണ്ടി വരും. മുക്കും മൂലയും അരച്ച് കളി പഠിക്കേണ്ട അത്രയും വേണ്ടി വരും. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത് വെറും മാസങ്ങൾ മാത്രമാണ്. അവിടെ നമുക്ക് ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ പോരാ, ധാരാളം സബ്ജക്റ്റുകൾ വേറെ പഠിക്കണം. ഇപ്പം ഹോട്ട് ടോപ്പിക്സ് തിരഞ്ഞെടുത്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രാവൻകൂർ കിങ്ഡത്തിനെ പറ്റിയാ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, സേതു ലക്ഷ്മിഭായ്, ചിത്തിര തിരുനാൾ, ഇത്രയും ആൾക്കാരെ പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം മറ്റു രാജാക്കന്മാരിലേക്ക് പോവാം. എഗെയിൻ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ പഠിക്കുമ്പോൾ ഈ ഏരിയാസിന്റെ പ്രയോറിറ്റി എടുത്ത് പഠിക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, ആദ്യത്തെ രാജാവിനെ പഠിക്കാതെ രണ്ടാമത്തെ രാജാവിനെ പഠിച്ച കണക്ഷൻ കിട്ടുമോ? അത് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. നേരത്തെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരെ സംബന്ധിച്ചാണെന്ന് പറയുന്നത്, നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല, പക്ഷെ ഇനി പഠിച്ചാൽ നമുക്ക് ജയിക്കാം. ഈ ഒരു മൈൻഡ് സെറ്റിൽ പഠിച്ചാൽ മതി, ക്യാപ്സൂള് പോലെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നീട് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെ, ശ്രീനാരായണ ഗുരുവാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയ. പിന്നീട് കേരളത്തിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം, റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഓഫ് കേരള. ഈ ലിസ്റ്റ് നമ്മൾ ഈ ഹിസ്റ്ററിക്ക് മാത്രം എല്ലാ സബ്ജക്റ്റിലും ഇത്തരത്തിൽ ലിസ്റ്റ് ഞാൻ തരാം. ഇത് എവിടെ നിന്ന് പഠിക്കണം? കൃത്യമായ സോഴ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ അത് വെച്ചങ്ങ് പഠിക്കും. ഇവിടെ SCERT ഒരു ടൈപ്പ് ഉണ്ട്, SCERT ആഡ് ചെയ്യാൻ മറന്നുപോയി, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് PDF വന്നേക്കാം. ഓക്കെ, ക്ലാസ് നോട്ട്സ് ഉള്ളത് അത് വെച്ച് പഠിക്കാം. അപ്പൊ ഇതാണ് ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു അവസ്ഥ. ഇന്ന് ഓരോ സബ്ജക്റ്റിന്റെ ഹോട്ട് ടോപ്പിക്സിനെ പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നില്ല, വിശദമായിട്ട് അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേറെ കിട്ടും. ഇന്ന് നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം അല്ലെ. ഹോട്ട് ടോപ്പിക്സ് മാത്രം കിട്ടിയാൽ മതിയോ? പോരാ. ഇത് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാന്റെ ബേസിസിൽ വേണം പഠിക്കാൻ. സ്റ്റഡി പ്ലാൻ എഗെയിൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫ്രീ സ്റ്റഡി പ്ലാൻ 60 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ട്. നമ്മുടെ ക്രാഷ് ബാച്ചിലെ വിദ്യാർത്ഥികൾ ഇത് ബോധർ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒരു ഡിഫറൻറ്റ് സ്റ്റഡി പ്ലാൻ ആയിരിക്കും. ഇത് സെൽഫ് സ്റ്റഡി നടന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പം ഇവിടെ നമ്മൾ Day 1, Day 2, Day 3 ഒരാഴ്ച ഒരു ദിവസം റിവിഷന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, യെസ് വെരി ഗുഡ്. അപ്പൊ പല ആൾക്കാർ ഈ സ്റ്റഡി പ്ലാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു, വെരി ഗുഡ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്, ഓരോരുത്തരും സ്പെഷ്യൽ ആണ്, നിങ്ങളെ പോലെ വേറെ ആരും ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയിൽ അത്രയും കോൺഫിഡന്റ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, മാത്സ് അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഈ സ്റ്റഡി പ്ലാനിൽ കൊടുത്തിരിക്കുന്ന അത്രയും സമയം നിങ്ങൾ ആ സബ്ജക്ട് കൊടുക്കണ്ട, നിങ്ങൾ മറ്റ് സബ്ജക്ട് ആ സമയത്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനകത്ത് വേണ്ട ചെറിയ മാറ്റങ്ങൾ വരുത്തി യൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാൻ ഒരു കാര്യം, സ്റ്റഡി പ്ലാൻ. അപ്പോ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണ്, PSC പ്രിലിംസ് യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ടാക്ടിക്സ് ആണ്, ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാനുള്ള ഡിസിപ്ലിൻ ആണ്, സ്ഥിരത അല്ലെ, അച്ചടക്കം, ചിട്ട, കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും, കൺസിസ്റ്റൻസി ആണ്.
പിന്നെ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഈ സ്റ്റഡി പ്ലാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഹോട്ട് ടോപ്പിക്സ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഏകദേശം ഒരു സ്ട്രക്ചർ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല വിദ്യാർത്ഥികളും നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയാം, മറ്റു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചോദിക്കാം. അതിന് മുമ്പായിട്ട് ഈ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് ഇപ്പോ കെ എസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്നാണ് പി എസ് സി പുറത്തിറക്കുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബാച്ചിലെ ദേവനാരായൺ, അദ്ദേഹം ഇപ്പൊ കെ എസ് ഫസ്റ്റ് റാങ്ക് അടിച്ച വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റ് റാങ്ക് അനുദീപ്, അന്ന് നമ്മൾ അനുദീപ് ബ്ലോഗ്സ് നമ്മുടെ ചാനലിൽ, ഇപ്പൊ അനുദീപ് അക്കാഡമി മാറ്റി ഫസ്റ്റ് റാങ്ക് അനുദീപ് ബ്ലോഗ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന അദ്ദേഹം ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചത് ഞാനിപ്പം അടുത്ത കാലത്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് കാണിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ എത്ര പേർക്ക് അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അടുത്ത കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം, അടുത്ത എസ് ഐ, അടുത്ത എക്സൈസ് ഇൻസ്പെക്ടർ, അടുത്ത ജയിലർ എക്സാംസ്, പ്രിലിംസ് പാസ്സാവുന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ പ്രിലിംസ് പാസ്സാവും. ഈ പരീക്ഷയിൽ ടോപ്പ് ഫസ്റ്റ് റാങ്ക് അടിക്കും എന്നുള്ള അഷുറൻസ് എത്ര പേർക്ക് തരാൻ പറ്റും? യെസ്, വെരി ഗുഡ്. കമ്പനി ബോർഡ് കയറിയിരിക്കും, വെരി ഗുഡ്, ഉണ്ടാകും, പെർഫെക്റ്റ് പെർഫെക്റ്റ്, നമുക്ക് അത് മതി. ഗുഡ് ഗുഡ്. യെസ്, എസ് ഐ, കമ്പനി ബോർഡ്, യെസ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കുക, മൈൻഡ് സെറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു ടോപ്പ് റാങ്ക് അടിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് 20 അടിച്ചിരുന്നു, അത് മൈൻഡ് സെറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ധാരാളം നെഗറ്റിവിറ്റി ഉണ്ട്. ഈ പി എസ് സി സർക്കിളിൽ ഒരു പ്രശ്നം അതാ. ഇപ്പൊ ഞങ്ങളൊക്കെ യു പി എസ് സി സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോ പൊട്ടൻ മലകയറിയ, ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യണം, എന്നാലും പണ്ട് മലയാളത്തിൽ ഒരു കഥയുണ്ടല്ലേ, ചെവി കേൾക്കാൻ കഴിയാത്ത ഒരാൾ മല കയറിയ കഥ. ഒരു 4-5 ആൾക്കാർ ചേർന്ന് മല കയറുകയാണ്. അതില് ആൾക്കാരെ മല കയറുമ്പോഴത്തേക്കും താഴെയുള്ള ആൾക്കാർ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ട്, ആ മല കയറല്, മല കയറിയ താഴെ വീണ് ചത്തുപോകും, നിന്റെ പണി തീരും, നിനക്ക് കൊക്കുന്ന പണിയല്ല മല കയറ്റം. ഇത് കേട്ട് കേട്ട് ആ കയറിയ 5 പേര് 4 പേരും മല കയറാതെ തിരിച്ചിറങ്ങി. അവസാനം 5-മൻ മലയുടെ ഉച്ചത്തിലെത്തി മല കീഴടക്കി. അപ്പൊ അയാളുടെ അടുത്ത് ആൾക്കാർ ചോദിച്ചു, ഇത് ഇത്ര നെഗറ്റിവിറ്റി കേട്ടിട്ടും നീ എന്തുകൊണ്ടാണ് മല കയറ്റം തുടർന്ന്, എങ്ങനെ നീ ജയിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ചെവി കേൾക്കില്ല, മനസ്സിലായി, എനിക്ക് ചെവി കേൾക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ നെഗറ്റിവിറ്റി ഒന്നും ഞാൻ കേട്ടിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അവർക്ക് കിട്ടിയ റെസ്പോൺസ്. ഇത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല, പിന്നെ എഴുതി കാണിച്ചിട്ടാണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. അപ്പോ ആ ഒരു സ്കൂളിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ഒരു യു പി എസ് സി മൈൻഡ് സെറ്റിന്റെ ഒരു ഗുണം അതാ. യു പി എസ് സി എന്ന് പറയുമ്പോൾ 1000-ൽ താഴെ വേക്കൻസി മാത്രമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യ മൊത്തവും പങ്കെടുക്കുന്ന ഒരു പരീക്ഷയാണ്. അവർക്ക് ആർക്കും പരാതിയില്ല, വേക്കൻസി കുറവാന്ന് പരാതിയില്ല, അയ്യോ നിയമനം നടത്തുന്നുള്ള പരാതിയില്ല. അവരിന്നങ്ങ് പഠിക്കും, കുത്തിരുന്നങ്ങ് പഠിക്കും. ആ ഒരു മെന്റാലിറ്റി ആണ് പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മെന്റാലിറ്റി ഉള്ള വ്യക്തികളാണ് ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഞാനും പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെറും ശരാശരി വിദ്യാർത്ഥിയാണ്. എന്റെ സ്കൂളിലും കോളേജിലും അന്വേഷിച്ച് അറിയാം, ഞാൻ ഒരു ബാക്ക് ബെഞ്ചിലായിരുന്നു, വലിയ ഗ്രേഡും ഒന്നുമില്ല, കഷ്ടിച്ച് പാസ്സായ വ്യക്തിയാണ്, ഒരു ശരാശരി ആവറേജ് കാൻഡിഡേറ്റ് ആണ്. പക്ഷെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ള പി എസ് സി ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഒന്നും മെമ്പർ അല്ല. എന്താണ് പി എസ് സി, ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം അപ്ലൈ പോലും ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത്. കാര്യം അങ്ങനെ എക്സാം ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ ഈ പറഞ്ഞത് എന്റെ ന്യൂനതയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പി എസ് സിയുടെ കുറ്റങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പി എസ് സിക്ക് നിയമനം നടത്തുന്നതിന് ഭയങ്കര പ്രശ്നമാണ്, വേക്കൻസി ഇല്ല, അതാണ് ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും പി എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഇത്രയും ആൾക്കാർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. പി എസ് സി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും. ഞാൻ കണ്ടത് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് പഠിച്ചു തുടങ്ങിയതും അത്ര റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം അതാ, പി എസ് സിയിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒന്നും അല്ല. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണ്, ചിട്ടയോട് കൂടി മുന്നോട്ട് പോവുകയാണ്, ഒരു ജോലി പി എസ് നിന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പി എസ് സിക്ക് വേണ്ടി നന്നായിട്ട് എങ്ങനെ പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു ട്രയാങ്കിൾ അപ്രോച്ച് നടത്തുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പി എസ് സി ഇൻ കേസ് ജയിക്കാതിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് റിവിഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിത്തം മോശമാണ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷയാണെങ്കിൽ അതിൽ യഥാർത്ഥ കോമ്പറ്റീഷൻ ഈ 3 കാര്യങ്ങളും ചെയ്യുന്ന ഒരു 15,000 ആൾക്കാരുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ പരീക്ഷയിൽ വേറൊരു പരീക്ഷ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ കാര്യം അതാണ്. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഇലക്ഷൻ ഒക്കെ വരാൻ പോകുന്ന ധാരാളം നെഗറ്റിവിറ്റികൾ കേൾക്കും. കാര്യം പി എസ് സി ഇപ്പം കോൺഗ്രസ് ഭരിച്ചാലും സി പി എം ഭരിച്ചാലും പി എസ് സി എന്ന് പറഞ്ഞ സാധനത്തെ ഗവൺമെന്റിനെതിരായിട്ട് ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താനും ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനും ഉള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഏത് പാർട്ടി ഭരിച്ചാലും.
പക്ഷെ അതൊന്നും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല. പി എസ് സി, കേരളത്തിലെ പി എസ് സി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന പി എസ് സി ആണ്. പെർഫെക്റ്റ് ഒന്നും അല്ല, ഇഷ്യൂ ഉണ്ട്, നമ്മൾ പല ഇഷ്യൂസും കാണുന്നുണ്ട്. പക്ഷെ പഠിച്ചാൽ, കൺസിസ്റ്റന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ധാരാളം നെഗറ്റിവിറ്റി ഇനിയും കേൾക്കും ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നെഗറ്റിവിറ്റി വരുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പോകരുത്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇപ്പൊ എന്റെ ചാനലാണെങ്കിൽ ഞാൻ റൈറ്റ് വേ ബാൻ ചെയ്യും. വന്നിട്ട് പി എസ് സി കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ള കാൻഡിഡേറ്റ്സിനെ ഭയങ്കരമായിട്ട് മോശപ്പെടുത്തി എല്ലാവരും മനസ്സ് വെറുപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് ചെയ്യുന്നു. ഞാൻ ആ കാൻഡിഡേറ്റിനെ പൊതുവെ ബാൻ ചെയ്യാറുണ്ട്. ഞാൻ മെന്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവര് അത് ചെയ്യാറുണ്ട്. കാര്യം പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കര പറ്റാനുള്ള ഒരേ ഒരു മാർഗം. അതിനകത്ത് അനാവശ്യമായിട്ടുള്ള നെഗറ്റിവിറ്റിക്ക് സ്ഥാനമില്ല. ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ റിയാലിറ്റി ചെക്ക് വേണം. റിയാലിറ്റി ചെക്ക് വേണമെന്നല്ല പറയുന്നത്, പക്ഷെ നെഗറ്റിവിറ്റിയിലേക്ക് മാത്രം മൈൻഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനവും, നിങ്ങളെ വിശ്വസിച്ച് വീഴുന്ന വീട്ടുകാരുടെ കാര്യത്തിൽ തീരുമാനവും മൊത്തത്തിൽ കോഞ്ഞാട്ടെ ആവാന്നൊക്കെ പറയുന്ന അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് പരമാവധി പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ അസെറ്റ്. പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അത് നിങ്ങളൊന്ന് മൈൻഡ് വെച്ചിരുന്നാൽ മതി. ഫുൾ കോൺഫിഡൻസിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോ ബാച്ചിന്റെ ഡീറ്റെയിൽസ് പല ആൾക്കാരും ചോദിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. ഞാനത് വീഡിയോയുടെ അവസാനം പറയാനിരിക്കുന്നത്, എല്ലാവർക്കും ഇത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാച്ചിനെ പറ്റി എൻക്വയറി നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇതും കൂടെ പറഞ്ഞ ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ അഡ്രസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് സിലബസ് 100% കവർ ആവും. പക്ഷേ 100% പഠിക്കാതെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്കിലേക്ക് എത്തിക്കാനുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ സ്റ്റഡി പ്ലാനിന്റെ ബേസിസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റെക്കോർഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് കൂടുതലും കിട്ടുക. അതുകൊണ്ട് തന്നെ സിലബസ് തീരുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട. കാര്യം സിലബസ് അനുസരിച്ചിട്ട് ഞങ്ങൾ 99% സിലബസിന്റെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പി എസ് സിയുടെ ഒരു പ്രശ്നം എന്താ, അവർ ഓരോ ദിവസവും ഓരോ ആഴ്ചയും പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾ വാല്യൂ അഡീഷൻ ക്ലാസ്സുകളായിട്ട് ലൈവ് ആയിട്ട് റെക്കോർഡായിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം റെക്കോർഡ് ക്ലാസ്സസിനും പരിമിതിയുണ്ട്, ലൈവ് ക്ലാസ്സിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഇതിലൂടെ തരുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ് മാത്രം തന്നിട്ടും കാര്യമില്ല, കൂടുതൽ ലൈവ് ക്ലാസ്സും തരണം. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് രൂപത്തിലായിരിക്കും. റെക്കോർഡ് ക്ലാസ്സും കാണും, ലൈവ് ക്ലാസ്സും കാണും. ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിന് റെക്കോർഡിങ്സും കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് സ്ഥിരം കിട്ടും. അതിനോടൊപ്പം തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റും പിന്നെ എക്സാമിന് അടുക്കുന്ന സമയത്ത് ഫുൾ ടെസ്റ്റും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഒരു ഫുൾ ടെസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ തരുന്നതാണ്. അപ്പോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെമോ ക്ലാസ് സഹിതം തരും. നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഡെമോ ക്ലാസ് കണ്ടിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. ഒരു സ്ഥലം ഡെമോ ക്ലാസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ആലോചിക്കണം. ഓക്കെ, ഇനി ഒരുവിധം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അക്കാഡമീസ് എല്ലാം തന്നെ ഡെമോ ക്ലാസ് തരും. തരാത്ത എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷിച്ച് മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. ഞങ്ങളുടെ ഡെമോ ക്ലാസ് കണ്ട് ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ ക്ലാസ്സിന്റെ ശൈലി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ. കാര്യം ഈ തത്തമേ പൂച്ച പോലെയുള്ള ക്ലാസ്സുകൾ ആയിരിക്കില്ല ഇൻഡെപ്തിൽ ഇറങ്ങി പഠിപ്പിക്കുന്നത്. അതായത് അഡ്മിഷൻ നേടുക എന്നുള്ളതിലുപരി അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അയാളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾക്ക് പി എസ് സി പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് വരെ ഈ ബാച്ചിൽ ലഭിക്കുന്നതാണ്. ക്ലാസ്സിന്റെ സ്റ്റൈൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കും. പ്ലേയിങ് ടു ദ ഗാലറി, നിങ്ങളെ ഹാപ്പി ആക്കി ഇരുത്താനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ പർപ്പസ്. പ്രിലിംസിന്റെ ക്ലാസ് ആണെങ്കിലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിന്റെ കോമൺ ടോപ്പിക്സ്, പ്രിലിംസ് പ്ലസ് മെയിൻസിന്റെ കോമൺ ടോപ്പിക്സ് കുറെ കവർഡ് ആയി പോകും. നിങ്ങളുടെ പണി പകുതി കുറയും ആഫ്റ്റർ പ്രിലിംസ്. ചുരുക്കി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് കോഴ്സിനെ പറ്റി. കൂടുതൽ ഡീറ്റെയിൽസ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.